ഞാൻ ഇപ്രാവശ്യം വിറ്റിട്ടില്ല, പൈസക്ക് വിറ്റിട്ടില്ല. ഞാൻ എൻ്റെ അയൽവാസികൾക്കും ഇവിടെ ഉള്ളവർക്കും ഇവിടെ വരുന്നവർക്കൊക്കെ കൊടുത്തിരിക്കുക. ഹായ് സുഹൃത്തുക്കളെ, ആരിസാട്ടോ, ആരിസ് വൈത്തിരിയാണേ. ഞാൻ ഇപ്പം നിൽക്കുന്നത് വയനാട് വൈത്തിരി പഞ്ചായത്തിൽ 14-ാം വാർഡ് 12-ാം വാർഡായിട്ടുള്ളത്. 14-ാം വാർഡിലെ മെമ്പർ രാമചന്ദ്രൻ സാറുണ്ട്, അതേമാതിരി സലീം ഖാൻ ഉണ്ട്. സലീം ഖാൻ്റെ കൃഷിയും കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്താൻ വന്നതാണ്. അപ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം. സലീം ഖാ, ഇതെന്താ സംഭവം? ഇത് എത്രയായി തുടങ്ങിയിട്ട്? ഇതിന്റെ കൃഷി വിളവെടുപ്പുണ്ടോ? എൻ്റെ വാപ്പായിട്ട് കൃഷിക്കാരനാണ്. വാപ്പാൻ്റെ കൂടെ കൃഷി ചെയ്യുന്നു. പിന്നെ ഞാൻ കുറേ കാലം പുറത്തായിരുന്നു. ഇപ്പോൾ ഒരു 6 വർഷം കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്നിട്ട്, ഇവിടെ വന്ന മുതൽ ഞാൻ കൃഷി തന്നെ ഉള്ളത്. പച്ചക്കറി ഇത് ഞാൻ നവംബറിൽ തുടങ്ങിയതാണ്. ഞാൻ നോമ്പിന് കണക്കാക്കി തുടങ്ങിയാണ്. എല്ലാം ഉണ്ടായിരുന്നു. കൃഷിഭവൻ തയ്യായിരുന്നു. നമ്മൾ തയ്യ കൃഷി ഉണ്ടായിരുന്നു. കൃഷിഭവൻ സപ്പോർട്ടൊക്കെ നല്ലോണ്ടല്ലേ? നല്ലോണ്ട്. നമ്മളെ മെമ്പർ ആയാലും മെമ്പർ ഭാഗത്തുനിന്ന് നല്ല സപ്പോർട്ട് ഉണ്ട്. മെമ്പർ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരുന്ന ആളാണ്, ഇതൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. കൃഷിഭവന്റെ സപ്പോർട്ട് കൊണ്ടാണ് ഇതൊക്കെ ചെയ്തത്. അപ്പോൾ ഇത് നമ്മൾ വിളവെടുപ്പും കാര്യങ്ങളൊക്കെ എങ്ങനെ ആർക്കത് കൊടുക്കല്? എന്താ ഇത് ഞാൻ ഇപ്രാവശ്യം വിറ്റിട്ടില്ല, പൈസക്ക് വിറ്റിട്ടില്ല. ഞാൻ എൻ്റെ അയൽവാസികൾക്കും ഇവിടെ ഉള്ളവർക്കും ഇവിടെ വരുന്നവർക്കൊക്കെ കൊടുത്തിരിക്കുക. ഈ പച്ചവളവും ഈ കാബേജും എല്ലാവർക്കും വെറുതെ കൊടുത്തിരിക്കുക. പക്ഷെ കുരങ്ങ് ശല്യം ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഭാഗ്യം. കാരണം ബാക്കിൽ കാണുന്നത് ഫോറസ്റ്റ് ആണ്, സുഗന്ധിരി ഏരിയയാണ്. പക്ഷെ ഇങ്ങോട്ടൊക്കെ വരില്ലേ? അതെന്താ അതിന്റെ കുട്ടൻസ് എന്താണ്? അതിന്റെ കുട്ടൻസ് എന്താന്ന് എല്ലാവരും ചോദിക്കണ്ടല്ലോ, ഈ എന്തെങ്കിലും ചെയ്തിക്കണോ, എന്താ എൻ്റെ അടുത്ത് കുരങ്ങ് വരാത്തന്നൊക്കെ. എന്താന്നല്ല, കുരങ്ങ് ഇങ്ങോട്ട് വരുന്നില്ല. ഭാഗ്യം തന്നെയാണ് അല്ലേ? അപ്പൊ നമ്മളെ മെമ്പർ ഉണ്ട് ഇവിടെ. മെമ്പർ എന്താ ഇതിനെ പറ്റി ഒന്ന് പറയും? എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ വാർഡിലെ ഒരു ഒട്ടനവധി കർഷകരുണ്ട്. പക്ഷെ അതിലൊരു എളിയ കർഷകൻ നൽകി മേമന സലീം അവറുകൾ ഇത്തരത്തിലൊരു പച്ചക്കറി തോട്ടവും അതുപോലെ തന്നെ സൂര്യകാന്തി പാടമൊക്കെ അവസ്മരണീയമായിട്ട് നമ്മൾ കാണുന്നത്. കാരണം വെച്ചാൽ ഈ റോഡിൽ കൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയില്ല. കർഷകർ ഏറ്റവും കൂടുതലുള്ള ഒരു 14-ാം വാർഡ് നിലക്ക് ഒരു എളിയ കർഷകൻ നിലക്ക് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ ഇവിടുത്തെ തൊട്ടടുത്ത അയൽവക്കക്കാർക്കും അത്യാവശ്യം വേണ്ടപ്പെട്ടവർക്കൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നു എന്നുള്ളതാണ്. ഇതൊരു ബിസിനസ്സായി കാണുന്നില്ല. അദ്ദേഹം മറ്റുള്ളവർക്കും കൊടുക്കുക, സ്വന്തം വീട്ടിലേക്ക്. ഇത് ജൈവ കൃഷിയാണ് തീർത്തുമുള്ളത്. അതുകൊണ്ട് അറിയുന്ന ആളുകൾ വന്ന് വാങ്ങാനും ഒക്കെ ശ്രമിക്കും. പക്ഷേ ഇദ്ദേഹം ഇവിടെ ഉൽപ്പാദിക്കുന്ന സാധനം ഇവിടുത്തെ അയൽവക്കക്കാർക്കും മറ്റുള്ളവർക്കൊക്കെ ഇത് ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ കാരണം ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് തന്നെ ഇവിടെ ഈ പ്രദേശത്ത് കുരങ്ങന്മാരുണ്ടെങ്കിലും കുരങ്ങന്മാരുടെ വലിയ വന്യമൃഗശല്യമൊന്നും ഇവിടെ കാണുന്നില്ല. ഒരു മാനട്ട് വന്ന് പോയി എന്നല്ലാണ്ട് ഇവിടെ പന്നിയോ മുള്ളം പന്നിയോ അങ്ങനെയൊന്നും വരുന്നത് കാണുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന് അനുഗ്രഹമായിട്ടാണ് ഇത് നിൽക്കുന്നത്. അദ്ദേഹം മറ്റുള്ളവർക്ക് ചെയ്യുന്ന നന്മ കൊണ്ട നിലക്ക് ഈ സാധനങ്ങളൊക്കെ കൃത്യമായിട്ട് വിളവെടുക്കാനും നാട്ടുകാർക്ക് കൊടുക്കാനും ഒക്കെ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം പഞ്ചായത്തും കൃഷിഭവനും ഒക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടാവും. അന്യ സംസ്ഥാനത്ത് കൊണ്ടുവരുന്ന കീടനാശികൾ ഉപയോഗിച്ച സാധനങ്ങളാണ് നമ്മൾ കേരളത്തിൽ മുഴുവൻ ആളുകൾ ഉപയോഗിക്കുന്നത്. പക്ഷെ അതിലുപരി വൈത്തിരിയിൽ വരുന്ന ഈ എൻ്റെ പ്രദേശത്ത് ഈ നാട്ടിൽ വരുന്ന ഈ വരുന്ന ആളുകൾക്ക് ഇത് കൊടുക്കാനൊക്കെ നല്ല പച്ചക്കറി കഴിക്കാനൊക്കെ അദ്ദേഹത്തിന് പ്രോത്സാഹനം നൽകട്ടെ എന്ന് മാത്രമാണ് ഈ കാര്യത്തിൽ പറയാനുള്ളത്. അപ്പൊ സലീം ഖാൻ വിരിഞ്ഞ് വരുന്നത് കൊണ്ട് ഏകദേശം വലിപ്പം വെച്ചൊക്കെ ഉണ്ടല്ലേ? ഒരു 3-4 ദിവസമായിട്ടുള്ള വിരിയാൻ തുടങ്ങിയിട്ട്. അത്ര 4 ദിവസമായിട്ടുള്ളൂ അല്ലേ? അപ്പൊ സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോ